ഞാനിപ്പോ എന്റെ ബത്തുമി ഷൊട്ടോയില് തേർഡ് ഇയർ പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസിനോടൊപ്പമാണുള്ളത്. സോ മോനെ, ക്ലാസ്സസ് എങ്ങനെ പോകുന്നുണ്ട്? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. റെഗുലർ ക്ലാസ്സസ് നമുക്കുണ്ട്, റെഗുലർ ആയിട്ട് ക്ലാസ്സസ് ഒക്കെ പോകുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതാണല്ലേ? നോർമലി നമ്മുടെ ക്ലാസിന്റെ ടൈമിംഗ് എങ്ങനെയല്ലേ? ക്ലാസിന്റെ ടൈമിംഗ് അങ്ങനെ ഇപ്പം തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈവനിങ് ആ ക്ലാസ്സസ്. ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് മോർണിംഗ് ടു ഈവനിങ്, അല്ലാതെ ഇപ്പൊ തേർഡ് ഇയർ ആകുമ്പോൾ ഈവനിങ് ടു 10 o'clock. 10 o'clock ആണ് ലാസ്റ്റ് ക്ലാസ് കഴിയുന്നത്. 10 o'clock മീൻസ് നൈറ്റ് 10 o'clock. 10 o'clock ബട്ട് സ്റ്റാർട്ട്സ് അറ്റ് 2 o'clock or 4 o'clock, അങ്ങനെ ഒരു രീതിയിലാണ്. ഓക്കെ. സോ ഇപ്പൊ എവിടെ സ്റ്റേ ചെയ്യുന്നത്? ഞാനിപ്പം ഹോസ്റ്റലിലാണ്, പ്രസ്റ്റീജ് ഹോസ്റ്റലാണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇപ്പം ബ്രോ പറഞ്ഞതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് വന്നിട്ട് അറൌണ്ട് ഒരു 10 o'clock വരെയൊക്കെ ക്ലാസ്സസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 10 മണിക്കൊക്കെ ക്ലാസ് ചെയ്യേണ്ട എങ്ങനെയായിരിക്കും? നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നോർമലി ബസ് ആണോ അതോ ക്യാബാണോ യൂസ് ചെയ്യാറ്? ഇപ്പൊ ഞങ്ങൾ വാക്കിംഗ് ആണ്, റോഡ് ബ്ലോക്കിലുണ്ട്, അല്ലെങ്കിൽ ക്യാബാണ് യൂസ് ചെയ്യുക. ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അപ്പാർട്ട്മെന്റ്? ഒരു 15 minutes വാക്ക്, 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ രാത്രി 10 മണിക്കൊക്കെ വാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള വേറെ സേഫ്റ്റി ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. റോഡിലും ആൾക്കാരുണ്ടാവും, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓൾറെഡി ലൈറ്റ്സ് ഉണ്ടാവും, പേടിക്കാൻ തോന്നിട്ടില്ല. അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയുണ്ട് അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അക്കാഡമിക്സ് നന്നായിട്ട് പോകണു. ഇപ്പൊ തേർഡ് ഇയർ സ്റ്റാർട്ടായി, ഒരു മാസം കഴിയണു. അപ്പൊ ക്ലാസ്സസ് റെഗുലറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ എങ്ങനെ പിന്നെ നിങ്ങൾക്ക് ക്ലിനിക്കൽസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെയുണ്ട് കിട്ടുന്ന ക്ലിനിക്കൽസിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയുണ്ട്? എല്ലാ സെമ്മിനു മുമ്പും സീനിയേഴ്സ് ആയിട്ട് സംസാരിച്ച് ഒരു സെമ്മിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും. എന്നിട്ട് അപ്പൊ എന്തെങ്കിലും ഹെൽപ്പോ ഡൗട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവര് അപ്രോച്ചബിൾ ആണ്, എല്ലാരും ഹെൽപ്പ് ചെയ്യും. എല്ലാരും ഓക്കെയാണ്. ബ്രോ എനിക്ക് തോന്നുന്നു വീണ്ടും തിരിച്ച് ഹോസ്റ്റലിലോട്ട് വന്നില്ലേ? എന്ത് തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലോട്ട് വരാൻ തോന്നിയത്? അല്ല, അപ്പാർട്ട്മെന്റ് ഈസ് ഗുഡ്, പക്ഷെ എനിക്കൊരു സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും പിന്നെ ടൈം മാനേജ് ചെയ്യാൻ ഒരു പാടായോണ്ട് പിന്നെന്താ അങ്ങനെ ഒരു കുറെ നമുക്ക് ചോർസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടൈം അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പഠിക്കാനായിട്ട് കൂടുതൽ ടൈം എനിക്ക് കിട്ടിയതൊക്കെ ഹോസ്റ്റലിൽ നിന്നാണ് തോന്നിയത്. അതങ്ങനെയാണ് ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ട്. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ്? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ്? നല്ലത് ആക്ച്വലി. എനിക്ക് നല്ല ടൈമും കിട്ടുന്നുണ്ട്, ഫുഡ് കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നുണ്ട്, പിന്നെ എല്ലാം ക്ലീനാ, എല്ലാം ഒരു കുഴപ്പമില്ല. എനിക്ക് പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് എനിക്ക് 10 minutes വാക്കേ ഉള്ളൂ. അറൌണ്ട് 1 kilometer ഡിഫറൻസ് അല്ലേ ഉള്ളൂ? അറൌണ്ട് 1 kilometer. ഞാനിപ്പം റോഡ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നായിരുന്നു. ഓക്കെ, എങ്ങനെ ഹോസ്റ്റൽ ഫീസ് എത്രയുണ്ട് ഇപ്പൊ? 3,500 ആണോ 1 year അതോ 3,000 ആണോ? 3,000 ആണെന്നോ 1 year? 1 yearന്റെ 3,000. സോ ഇപ്പൊ ഹോസ്റ്റലിൽ താമസിച്ചാലും അപ്പാർട്ട്മെന്റിൽ താമസിച്ചാലും എക്സ്പെൻസിനകത്തൊന്നും വലിയ ഡിഫറൻസ് കമ്മിങ് ടു ദ സെയിം. ഓക്കെ. സോ അപ്പോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.